ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2026 ഓഗസ്റ്റ് 2 മുതൽ 8 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, കർക്കിടകം 17 മുതൽ 23 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് കുജനും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധനും, സുഖസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും, ശത്രുസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യവും മനോവിഷമവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യസിദ്ധി, മാനക്ഷയം, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടാകാം. ശത്രുനാശവും കാര്യവിജയവും പ്രതീക്ഷിക്കാം. യാത്രാഗുണം ഉണ്ടാകും. നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവത്തിന് സാധ്യത കാണുന്നു. ഒറ്റപ്പെടലുകളും മനോവിഷമങ്ങളും അനുഭവപ്പെടും. ബന്ധുജനങ്ങൾക്ക് ആപത്തുണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ബുധനും, സഹോദരസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും, പുത്രസ്ഥാനത്ത് ശുക്രനും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. സന്താനലാഭവും ബന്ധുഗുണവും പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത. സർക്കാരിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം. തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം, മനപ്രയാസം, അപ്രതീക്ഷിത ഭാഗ്യം എന്നിവ ഉണ്ടാകാം. ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും, ധനസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും, സുഖസ്ഥാനത്ത് ശുക്രനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. ഉഷ്ണരോഗങ്ങൾ അലട്ടാനിടയുണ്ട്. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. കുടുംബസുഖമുണ്ടാകും. അധികാരസ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാം. അലച്ചിലും കഷ്ടപ്പാടും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ബുധനും, ജന്മത്തിൽ ആദിത്യനും വ്യാഴവും, സഹോദരസ്ഥാനത്ത് ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികളിൽ തടസ്സം നേരിടാം. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. ഉഷ്ണരോഗങ്ങൾ ഉണ്ടായേക്കാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സ്വാതന്ത്ര്യക്കുറവ്, ബന്ധുസമാഗമം, മനപ്രയാസം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ദേഹപീഡയും സഞ്ചാരക്ലേശവും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധനും, വ്യയസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും, ധനസ്ഥാനത്ത് ശുക്രനും, അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായി മെച്ചമായിരിക്കും. തൊഴിൽ തടസ്സം പ്രതീക്ഷിക്കാം. പാപപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. ഭൂമി ലാഭത്തിന് സാധ്യത കാണുന്നു. മൃഷ്ടാന്ന ലാഭം, കാര്യതടസ്സം, സ്വാതന്ത്ര്യക്കുറവ്, ആഗ്രഹ സാഫല്യം എന്നിവ ഉണ്ടാകാം. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി ബുധനും, ലാഭസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും, ജന്മത്തിൽ ശുക്രനും, കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ അനുഭവപ്പെടാം.
ദുഷ്പ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. കുടുംബസൗഖ്യവും മനസ്സന്തോഷവും ഉണ്ടാകും. സ്ഥാനപ്രാപ്തിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. വിശേഷ വസ്ത്രലാഭവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകാം. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ബുധനും കർമ്മസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും വ്യയസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും കാര്യവിജയവും ഉണ്ടാകും. അവിചാരിത മാർഗങ്ങളിലൂടെയുള്ള ധനാഗമത്തിന് സാധ്യത കാണുന്നു. സന്താന ഗുണം കുറയും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ധാതുക്ഷയവും ശരീരക്ഷീണവും ഉണ്ടാകാനിടയുണ്ട്. സഞ്ചാര തടസ്സം, മൃഷ്ടാന്ന ലാഭം, ശയനസുഖം എന്നിവ ഉണ്ടാകാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കർമ്മമേഖലയിൽ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ കുജനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും ഭാഗ്യസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും ലാഭസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പ്രിയജന വിരഹവും മനോദുഃഖവും ഉണ്ടാകാനിടയുണ്ട്. ഭയം, സഞ്ചാര തടസ്സം, മൃഷ്ടാന ലാഭം, ശയനസുഖം എന്നിവ ഉണ്ടാകാം. ശത്രുശല്യവും പലതര തടസ്സങ്ങളും ഉണ്ടായേക്കാം. വാതരോഗങ്ങൾ അലട്ടും. കുടുംബസുഖവും ആജ്ഞാശക്തിയും ഉണ്ടാകാനിടയുണ്ട്. ബന്ധുസമാഗമവും സുഗന്ധദ്രവ്യ ലാഭവും ഉണ്ടാകും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ള നക്ഷത്രങ്ങൾ. ഇവർക്ക് കളത്രസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും അഷ്ടമത്തിൽ ആദിത്യനും വ്യാഴവും കർമ്മസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനി ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. അപമാനകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വന്നേക്കാം. കഠിന ദുഃഖങ്ങളും അരിഷ്ടതയും ഉണ്ടാകാനിടയുണ്ട്. സന്താന ഗുണമുണ്ടാകും. ദാമ്പത്യ സുഖം കുറയും. ഉദരരോഗങ്ങൾക്ക് സാധ്യത. വസ്ത്രലാഭം, ഭയം, ദുഃഖം, രോഗശമനം എന്നിവ ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ലക്ഷ്മി നാരായണ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി ബുധനും കളത്രസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. പണച്ചെലവ്, വസ്ത്രലാഭം, ഭയം, സഞ്ചാര തടസ്സം എന്നിവ ഉണ്ടായേക്കാം. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തിയുണ്ടാകും. ബന്ധുക്കളുമായി കലഹത്തിനും മനപ്രയാസത്തിനും സാധ്യത കാണുന്നു. സന്താന ഗുണമുണ്ടാകും. ദാമ്പത്യ സൗഖ്യവും ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യവും ഉണ്ടാകും. കീഴുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധനും ശത്രുസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും അഷ്ടമത്തിൽ ശുക്രനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനിയും ശക്തിക്കുറവും അനുഭവപ്പെടും. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങാനിടയുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ താൽക്കാലിക ജോലിക്ക് സാധ്യത കാണുന്നു. ഉന്നതന്മാരുടെ പ്രീതിക്ക് പാത്രമാകാനിടയുണ്ട്. സന്താന ദുഃഖത്തിന് സാധ്യത. വസ്ത്രലാഭം, അനാരോഗ്യം, ശയനസുഖം, പണച്ചെലവ് എന്നിവ ഉണ്ടാകാം. ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സാധിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ബുധനും പുത്രസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും കളത്രസ്ഥാനത്ത് ശുക്രനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയും. മൃഷ്ടാന്ന ലാഭം, മാനക്ഷയം, വസ്ത്രലാഭം, കാര്യതടസ്സം എന്നിവ ഉണ്ടാകാം. സ്ഥാനഭ്രംശവും ബന്ധുക്കളെ കൊണ്ട് ദുഃഖവും ഉണ്ടാകാൻ ഇടയുണ്ട്. ജപധ്യാനാദികൾക്ക് മുടക്കം വന്നേക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. ദാമ്പത്യ ഗുണം കുറയും. സ്വജന വേർപാടുണ്ടാകാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.